വില്ലാളി വീരൻ, രാജ്യത്തെ മൊണ്ണ, രാജ്യദ്രോഹി ദാ എഴുന്നള്ളുകയാണ്. തീയാളി രാഹുൽ എഴുന്നള്ളിക്കൊണ്ട് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, സമത്വമുണ്ട്. ഇദ്ദേഹം മാത്രമല്ല, പെങ്ങളൂട്ടിയുണ്ട് പ്രിയങ്ക ഗാന്ധി. പിന്നെ വേറൊരുത്തനുണ്ട്, തൃണമൂൽ കോൺഗ്രസിന്റെ മഹ്വാ മൈത്രി. അവൻ ഈ കോഴ വാങ്ങിയാണ് പാർലമെന്റിൽ പ്രസംഗിക്കുന്നത്. ഇവരെല്ലാരും കൂടെ ചേർന്ന് നരേന്ദ്രമോദിയുടെ ചോദ്യം, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സമത്വവും വേണ്ടേ? മോദിയുടെ തിരിച്ചൊരു ചോദ്യം, ഏത് സ്ത്രീക്ക്? ഹിന്ദുവിനോ മുസ്ലിമിനോ? ഉത്തരം പറ. ഏത് സ്ത്രീക്കോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധി രഹസ്യമായിട്ട് പറയുന്നു, വോട്ട് ബാങ്കിൽ വരുന്ന സ്ത്രീകൾക്ക്. അപ്പൊ മോദി ഇങ്ങനെ ഇറങ്ങി പോടാ വന്ന വഴിക്ക് തന്നെ. അതായത് ഈ താലിബാന്റെ ഇന്നാളെ ഈ ഇടയ്ക്ക് PG മോഹൻദാസ് സാറ് അദ്ദേഹം ഈ ഒരു വോട്ട് ചോരി വന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഒരു ചാനലിൽ പറഞ്ഞതാണ്, എഴുതി വെച്ചോ 2 ആഴ്ചക്കുള്ളിൽ ഇയാൾ ഇവിടെ നിന്ന് പോകും. വോട്ട് ചോരി പോയി 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും വരും, അടുത്തൊരു കാര്യം ഉണ്ടാക്കുക, എഴുതി വെച്ചോ, അടുത്ത് വീണ്ടും പോയി കൊളംബിയയിൽ. ഇന്ത്യ സന്ദർശിക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ നേതാവ്. മറ്റുള്ള രാജ്യങ്ങളെല്ലാം അങ്ങേർക്ക് സ്വന്തം രാജ്യം, ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് വന്ന് സന്ദർശിക്കാൻ വരും. അപ്പോ ഈ എന്താണ് ഈ താലിബാൻ നിലപാട് തിരുത്തി കേട്ടോ. അതായത് ഈ താലിബാൻ കഴിഞ്ഞ ദിവസം അഫ്ഗാൻ എംബസിയിലും എന്താണ് സ്ത്രീ മാധ്യമ പ്രവർത്തകരെ പുറത്താക്കിയ സംഭവം വിവാദമായിരുന്നല്ലോ. അവര് അവന്മാരിവിടെ വന്നിട്ട് പറഞ്ഞേ, ഇന്ത്യയിലൊക്കെ ഇന്ത്യ ആണെന്ന് മറന്നുപോയി കേട്ടോ. നമ്മളൊക്കെ ഇന്ത്യൻ എംബസിയിലല്ലോ, അവരുടെ അഫ്ഗാൻ എംബസിയിൽ ജനീവ കൺവെൻഷൻ പ്രകാരം അവരവരുടെ എംബസിയിൽ അവരവരുടെ നിയമം പാലിക്കുക എന്നുള്ളത്. അവിടെ ഒരു ക്രൈം നടന്നാൽ പോലും നമുക്ക് ഇടപെടാൻ സാധ്യയില്ല. ഇപ്പൊ നമ്മുടെ എംബസിയില് പാകിസ്ഥാന്റെ ഒരുത്തം വന്നിട്ട് ഒരു ആണോ പെണ്ണോ വന്നിട്ട് നമ്മുടെ എംബസി കയറണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എംബസി കയറ്റാൻ സാധിക്കില്ല. മാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മാൽദീവ്സിലെ പ്രസിഡന്റ് ഇന്ത്യൻ എംബസിയിൽ കയറിയാണ് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി. അത് ഇന്ത്യയാണ് അദ്ദേഹത്തിനെ രക്ഷിച്ചത്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അഫ്ഗാനിലെ ഇന്ത്യൻ എംബസി, അഫ്ഗാനിലെ എംബസി എന്ന് പറഞ്ഞാൽ അവരുടെ തീരുമാനങ്ങളും നിലപാടുകളും നടപ്പിലാക്കുന്ന ഒരു ഇന്ത്യ അതിലൊരു അവസരം കൊടുത്തു എന്ന് മാത്രം. അവിടെ ആര് കയറണം, ആരിറങ്ങണം, ആര് പോകണം, ആര് വരണം തീരുമാനിക്കേണ്ടത് അഫ്ഗാനാണ്. അല്ലാതെ ഇവിടെ ഉണക്ക മാധ്യമങ്ങളും രാഹുൽ ഗാന്ധി അല്ല. അതെ, അല്ല. പക്ഷെ അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ കാര്യം മനസ്സിലായത്, ഇപ്പൊ താലിബാൻ ഇവരിങ്ങനെ നടത്തി പ്രസ് മീറ്റ് നടത്തി ഇന്ത്യയിൽ ഇത് വലിയ വിവാദമായി, ഭരിക്കുന്ന സർക്കാരിനെതിരെയൊക്കെ ഇത് ഉപയോഗിക്കുന്നു എന്ന് അവരറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിലപാട് തിരുത്തിയിട്ട് രണ്ടാമത് വീണ്ടും പ്രസ് മീറ്റ് വെച്ചു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, നമ്മുടെ നാട് പോലെ ആയിരിക്കും ഇതൊന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമൊക്കെ പെരുത്ത് കൊടുക്കുന്നുണ്ട്, ഞമ്മക്കത് കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവർ രണ്ടാമത് നടത്തി. അങ്ങനെ ഇതിൽ 80ഓളം സ്ത്രീ മാധ്യമ പ്രവർത്തകർക്കാണ് പ്രവേശനം നൽകി. അപ്പൊ നമുക്കത് ആദ്യം കൊടുക്കണമെന്നുണ്ടായിരുന്നു, ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. ഈ എംബസി മുന്നേ അഫ്ഗാൻ എംബസി കൊടി പോലും മാറ്റിയിട്ടില്ല. ഒരു ചെറിയ കൊടിയാണ്, ഒരു എന്താ പറയുക, ഷോ പീസ് പോലത്തെ ഒരു കൊടിയാണ് അവിടെ കൊണ്ട് ടേബിളിൽ കൊണ്ട് വെച്ചു. പുതിയ അഫ്ഗാൻ കൊടി പോലും ഇല്ല, പഴയ അഫ്ഗാന്റെ കൊടി അവിടെ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ പഴയ ഒരു നിയമങ്ങളും അങ്ങനെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് അത് ഉണ്ടായത്. ആദ്യം തന്നെ ഈ സ്ത്രീ മാധ്യമ പ്രവർത്തകരെ കയറ്റണമെന്നുണ്ടായിരുന്നു എന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇത് പ്രശ്നമായി എന്നറിഞ്ഞപ്പോ, ഇന്ത്യൻ സർക്കാരിന് പ്രശ്നമായി എന്നറിഞ്ഞപ്പോ അവരത് തിരുത്തണം. എന്നിട്ട് ഈ മൊണ്ണ രാഹുൽ താലിബാൻ വരെ രാഹുലിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, താലിബാൻ വരെ ഇതിന് തയ്യാറാണ്. താലിബാനാണല്ലോ ഇതിന്റെ അങ്ങ് അറ്റം എന്ന് പറയുന്നത്, ഈ ഇസ്ലാമിക ഇതിന്റെ അങ്ങ് അറ്റം, തീവ്രവാദത്തിന്റെ ആയിക്കോട്ടെ, മതമൗലികതയുടെ, തീവ്രവാദം എന്ന് പറയുന്നില്ല, മതമൗലികതയുടെ അങ്ങറ്റം. ഇവിടെ നമുക്ക് മുസ്ലിം ലീഗിന്റെ ഒരു ഫ്ലെക്സിൽ ഒരു സ്ത്രീയെ കാണിച്ചു തരാൻ പറ്റും? ഇല്ല. ഒരു ട്രോൾ വന്നൊരു സമയം ഉണ്ടായിരുന്നു, അത് ലീഗിന്റെ വനിതാ വിങ്ങിന്റെ ഫ്ലെക്സ്, അതിൽ മൊത്തം ആണുങ്ങള്, പെണ്ണിനെ കാണാൻ വനിതാ വിങ് എന്നാണ് ഹെഡിങ്. അത് മാത്രമല്ല, സ്റ്റേജിൽ കയറിയപ്പോഴാണ് സമസ്ത ഇവന്മാരാണ് പറയണത് താലിബാൻ പെണ്ണുങ്ങളെ കേട്ടില്ല. പ്രിയങ്ക ഗാന്ധിക്കും അന്ന് MP ആയിരുന്ന രാഹുൽ ഗാന്ധിക്കും ഒരു അക്ഷരം മിണ്ടാതില്ലായിരുന്നു. അത് വോട്ട് പോകും, അതൊന്നും മിണ്ടാതിരുന്നു. അത് മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? മുത്തലാഖ്, അതായത് പാവപ്പെട്ട സ്ത്രീകളെ എപ്പോ എവിടെ വെച്ചോണം മൊഴി ചൊല്ലി തലാക്ക് തലാക്ക് തലാക്ക്, 1-ാം തലാക്ക്, 2-ാം തലാക്ക്, 3-ാം തലാക്ക്, 4-ാം തലാക്ക് തീർന്നു എന്ന് പറഞ്ഞ് തെരുവിൽ ഉപേക്ഷിക്കും. യാതൊരു അവകാശമില്ല. അതായത് ഒരു വിവാഹം വേർപെടുത്തുമ്പോൾ ഒരു സ്ത്രീക്ക്, ഒരു ഭാര്യയായിരുന്ന സ്ത്രീക്ക് പല അവകാശങ്ങളും മറ്റു മതങ്ങളിലൊക്കെ ഉണ്ട്.
പക്ഷെ ഇതിൽ അങ്ങനെയല്ല, യാതൊരു അവകാശങ്ങളുള്ള തെരുവിലേക്ക് എറിയപ്പെടുകയാണ്. അല്ലെങ്കിൽ തെരുവെന്ന് ഉദ്ദേശിക്കുന്ന അവരെ വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ ഒരു പക്കമുള്ളൂ അപ്പൊ തന്നെ. അതെ, അപ്പം വേണമെങ്കിൽ അവളെ മുമ്പ് വെച്ചതിന് അടുത്തൊരുത്തേയും കൂടെ കൊണ്ടുവരാം. അതാണ്. അപ്പം പിന്നെ അത് അവളെ മുമ്പ് വെച്ചെന്ന് പറഞ്ഞാൽ ബഹുഭാര്യത്വം. ഇവിടെ തലാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സ്ത്രീയെ. ഈ ബഹുഭാര്യത്വം നിർത്താൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ അതിനുവേണ്ടിയാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ എന്താണ് ഇവന്മാർ പറയുന്നത്? ഇവന്മാരെന്താ പറയുന്നത്? അത് മുസ്ലിമിന്റെ മതാചാരങ്ങൾക്കെതിരെയാണ്, മുസൽമാന്റെ മതാചാരങ്ങൾക്കെതിരെയാണ്, അത് ഇന്ത്യ അംബേദ്കർ പൊറുക്കൂല, ഗാന്ധിജി പൊറുക്കൂല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ലേശം ഒളിപ്പവും നാണോ ഉണ്ടെങ്കിലും ഇവന്മാർ വാതുറക്കില്ല. ശബരിമലയിലെ മൊത്തം കട്ടോണ്ടേ അതെല്ലാരും പൊറുക്കും. ശബരിമല ഹിന്ദുക്കളുടെ പിന്നെ നായരല്ലേ, അതുകൊണ്ട് അവൻ സുമാരനായർ പുറത്തോളും. അത് മാത്രമല്ല, ഇവരൊക്കെ തന്നെ ഈ മുസ്ലിം ലീഗ് മറ്റേ ഈ പറയുന്ന പല ഈ വനിതാ മതിലൊക്കെ തട്ടമണിഞ്ഞു എന്ന് പറയണം. ശബരിമലയിൽ നമ്മക്കൊന്നും അറിയേണ്ട ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയേ പറ്റും. പക്ഷെ മുസ്ലിം പള്ളിയിൽ അത് നമ്മളെ നിയമമാണ്, അങ്ങനെയാണ്, അങ്ങനെ കയറ്റാൻ പാടില്ല നിയമം ശബരിമലയിൽ. നമ്മന്റെ നിയമത്തിൽ തൊട്ട് കളിക്കാൻ പറയണ്ട. അതാണ് സംഭവം. അതായത് വേറൊരു പരിപാടി ഇതാണ്. അതായത് ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലെ എന്തെങ്കിലും, അതായത് ഹിന്ദു സ്ത്രീകൾക്ക് ഈ നവോത്ഥാനം ഉണ്ടാക്കി തരാൻ ഒരുത്തിനും പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരൻ ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യമില്ല. ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നുള്ളൊരു വെപ്പുണ്ട്. അങ്ങനെയല്ല, ഏത് ക്ഷേത്രപ്രവേശനം ആയിക്കോട്ടെ, വൈക്കം സത്യ ഇതുണ്ടല്ലോ, വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെടുത്തി യുവമാരോടാണ് ഇത് കൊണ്ടുവന്നത്. ഇവന്മാരാണ് ഇങ്ങനെ ഒരു നരേറ്റീവ് ഇവന്മാർ കൊണ്ടുവരുന്നുണ്ട്. ഇവന്മാരൊന്നും അല്ല ഇത് കൊണ്ടുവന്നത്, അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് നാരായണ ഗുരു, ചട്ടമ്പി സ്വാമി പോലുള്ള ആൾക്കാർ, അയ്യങ്കാളി അടക്കമുള്ളവർ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളത്. അവ അയിത്തമാണെങ്കിലും ക്ഷേത്രപ്രവേശനമാണെങ്കിലും എന്താണെങ്കിലും ഈ പിതാവിന്റെ സ്വത്ത് എന്ന് പറയുമ്പോൾ അതിലെ അവകാശം, ആ സ്വത്തവകാശങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും. മുസ്ലിം സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്തരമുള്ള സ്വത്തവകാശം ഇല്ല. പ്രസവങ്ങൾ എടുക്കുമ്പോൾ അത് വീട്ടിൽ വെച്ചെടുക്കുന്നു. അങ്ങനെ പല സ്ത്രീകളും കൊല്ലപ്പെടുന്ന ഒരു കാഴ്ച, കൊലപാതകം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം മനഃപൂർവ്വമാണല്ലോ ആശുപത്രി കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പൊ അതെല്ലാം ഇവർ നടത്തുന്നുണ്ട്. അതിനൊന്നും എതിരെ കോൺഗ്രസ് എന്തെങ്കിലും മിണ്ടുന്നത് കണ്ടിട്ടുണ്ടോ? അതൊന്നും മിണ്ടില്ല. പോയിട്ട് വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയിട്ട് അവര് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ആശുപത്രിക്കാർ അറിയണമല്ലോ. അവരറിയുന്നില്ല. കാരണം ഈ ബർത്ത്, ടൈം ഓഫ് ബർത്ത്, ജനിച്ച സമയം, അതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് അത് വേണ്ടേ? ഈ കുട്ടി ഇവരുടെ തന്നെയാണെന്ന് ഉറപ്പ് അത് വേണം. അപ്പൊ അങ്ങനെയുള്ള, അപ്പൊ അതൊക്കെ അപ്പൊ എന്തായാലും ഇവര് പറയുന്ന മോദി വർഗീയത പറഞ്ഞാണ് ഭരണത്തിൽ വരുന്നത്, വർഗീയത പറഞ്ഞാണ് വരുന്നത്. അല്ല, ഈ വർഗീയത മാത്രം പറഞ്ഞിട്ടാണ് മോദി വരുന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇതുപോലുള്ള പല പല കാര്യങ്ങൾ, അതായത് ഈ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മോദി സർക്കാർ ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട്. എന്താണ് ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, ഇതൊക്കെ എന്താണ് മുസ്ലിം സ്ത്രീകൾക്കാണ് അവിടെ ഭയങ്കര ഉപയോഗമുള്ളത്. കാരണം അവിടെ നിർബന്ധമായും ഒരു ബാലികയെ പഠിപ്പിക്കണം. വർഗീയത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി അല്ല ശരിക്കും വർഗീയത പറഞ്ഞിട്ടുള്ളത്. പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞത് അമിത്ഷാ വർഗീയത പ്രസംഗിക്കാറുണ്ട്. നരേന്ദ്രമോദി വർഗീയത പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അമിത്ഷായ്ക്ക് അത്തരത്തിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നോ? കാരണം നരേന്ദ്രമോദിയുടെ സ്പീച്ചസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു BJP-കാരന്റെ സ്പീച്ചാണ് നമുക്ക് തോന്നാറില്ല. ഈ അടുത്ത കാലത്തായിട്ട് ഒരു 10 വർഷമായിട്ട് നമ്മൾ അതിലൊരു തീവ്രത കുറവുണ്ട്. അല്ല, തീവ്രത കുറവ് മാത്രമല്ല, പലപ്പോഴും പദ്ധതികളെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചു പോകുന്നത്. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനകരമായ പദ്ധതികൾ, ഈ UPI ഒക്കെ വന്ന സമയത്ത് എന്തെല്ലാം തെറിവിളികളൊക്കെ നടന്നു ഇവിടെ. പക്ഷെ അതെല്ലാം ഇപ്പം ആളുകൾക്ക് ഇപ്പൊ ആരെങ്കിലും കയ്യിൽ പൈസ വെച്ചോണ്ട് നടക്കുന്നുണ്ടോ? ഇല്ല, എല്ലാം പിന്നെ എന്താ പറയാ, ഫോണിലാണ്. UPI വന്ന സമയത്തും ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെട്ടത് പാവപ്പെട്ട സ്ത്രീകൾക്കാണ്. രാഹുൽ ഗാന്ധി പട്ടായയിൽ പോലെ UPI ഉപയോഗിക്കുന്നതാണ് കേൾക്കുന്നത്. അല്ല, ഈ പാവപ്പെട്ട സ്ത്രീകൾക്കാണ്. ഇതും സ്ത്രീകളുടെ വിഷയമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഇതും സ്ത്രീകൾക്കാണ് ഉപയോഗം. കാരണം ഇത് വന്ന സമയത്ത് ചിദംബരം എന്താണ് ചോദിച്ചത്? ചിദംബരം പറഞ്ഞ ഇതൊക്കെ ആരെങ്കിലും ഉപയോഗിക്കും, പച്ചക്കറിയൊക്കെ വിൽക്കുന്നവർക്ക് ഇതൊന്നും ഈ UPI എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ കടയിൽ കൊടുക്കാനുള്ള സാധനമാണെന്ന് ചോദിക്കും. അങ്ങനത്തെ ആ വേട്ടവളിന്നല്ലേ ഇപ്പൊ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ തെറ്റായി പോയെന്നും മറ്റതും ഒക്കെ പറഞ്ഞത്. അതെ, അല്ലെങ്കിൽ പിടിച്ച് അകത്തിടുന്നു. മീഡിയ പേടിച്ച് BJP-യിലോട്ട് വരാനുള്ള പുതിയ വഴി വെട്ടി വെച്ചിരിക്കുന്നു. അതാണ് അവസാനം രാഹുൽ ഗാന്ധിയുടെ ഗതി ഇത് തന്നെ. രാഹുൽ ഗാന്ധി അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ട്, അതായത് ഈ ED വെച്ച് ഇവർക്ക് പേടിപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധി ചോദിക്കുന്നു, നിങ്ങൾക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് ഇല്ല. രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞിട്ടുണ്ട്, ക്ലീൻ അല്ലാത്തതുകൊണ്ട് അവർക്ക് അത് വെച്ച് പേടിപ്പിക്കാൻ പറ്റുന്നു. ഇതിനകത്ത് ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇവർ ക്ലീൻ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പേടിപ്പിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ഒരു ശോചനീയ അവസ്ഥയാണ് പറയുന്നത്. കോൺഗ്രസിന്റെ എന്നല്ല, പ്രതിപക്ഷത്തിന്റെ തന്നെ. അതായത് മുഴുവൻ കറപ്റ്റാണ്.
രാഹുൽ ഗാന്ധി കറക്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് പൈസ എവിടുന്നെങ്കിലും മോഷ്ടിക്കേണ്ട, അഴിമതി കാണിക്കേണ്ട കാര്യമില്ല. കുടുംബത്തിന്റെ സ്വത്തെന്ന് പറയുന്നത് ഖജനാവിന്റെ ഇരട്ടിയാണ്, ഇന്ത്യയുടെ ഖജനാവ്. അത് മാത്രമല്ല, കോൺഗ്രസ് എന്ന് പറയുമ്പോഴേ ആളുകൾ പറയും കയ്യെട്ട് വാരലും അഴിമതിയാണെന്ന്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതില്ലായിരുന്നു. ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അവർ ഈ അഴിമതിയുടെ പ്രശ്നം നേരിടേണ്ടി വരുന്നത്. അതിന് മുമ്പ് ഒരു അത്രയും വലിയ അഴിമതി കഥകളെ കുറിച്ചൊന്നും വലുതായിട്ട് കേട്ടിട്ടില്ല നമ്മള്. BJP സംബന്ധിച്ചും ഇതിന് മുൻപൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ വാജ്പേയി സർക്കാരിന്റെ കാലത്തൊന്നും അഴിമതി കഥകളൊന്നും നമ്മൾ അത്ര ഇതായിട്ട് കേട്ടിട്ടൊന്നുമില്ല. പക്ഷെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഈ അഴിമതി, പണം തട്ടിപ്പ്, അഴിമതി, ഇതിന്റെ ഒരു കൂമ്പാനാണ്. സ്വന്തമായി കാല് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉള്ളവന്റെ കാല് വാരുക, അങ്ങനത്തെ വൃത്തിയുടെ സ്വഭാവങ്ങളുണ്ടല്ലോ. നരേന്ദ്രമോദി പിന്നെ ട്രിപ്പിൾ തലാഖ് നിർത്തിയതിനു ശേഷം, അതായത് സുപ്രീം കോടതി പോലും അതിനെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യമാണ് നരേന്ദ്രമോദി ചെയ്തത്. അതിനുശേഷം എന്താണ് ഉജ്ജ്വൽ യോജന, നമുക്കറിയാലോ, ഗ്യാസിന്റെ കണക്ഷൻ അവിടെയുള്ള സ്ത്രീകൾ, ഇവിടെ നമ്മൾ കേരളത്തിലെ സ്ത്രീകൾ ഇരുന്നുകൊണ്ട് ഗ്യാസ് കണക്ഷനോ എന്ന് പറയും. കാരണം ഇവിടെ നമ്മുടെ ഒരു ജീവിത നിലവാരം വെച്ച് ഗ്യാസ് എടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമല്ല. നമുക്ക് ഇവിടെ ഗ്യാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഗ്യാസ് കണക്ഷൻ. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് അതല്ലേ ഇതാണ് കക്കൂസ് കെട്ടിക്കൊടുക്കുന്നതിന് കക്കൂസ് കെട്ടിക്കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നു. ഇവിടെ ഒരു വീട്ടിൽ 3-4 ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളവരാണ് പറയുന്നത്. 70 വർഷം ഭരിച്ച് മുടിച്ച പാർട്ടി ഇവർക്ക് കക്കൂസ് കെട്ടിക്കൊടുക്കുക പോലും ചെയ്യാത്തോണ്ടല്ലേ നരേന്ദ്രമോദിക്ക് കെട്ടിക്കൊടുക്കേണ്ടി വന്നത്. നമ്മളെ ഈ മറ്റേ ട്രെയിനിലൊക്കെ കേരളം വിട്ടു കഴിഞ്ഞാൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തോ അവിടെ ഇവിടങ്ങളിലൊക്കെ ഇരുന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ത്രീകളൊക്കെ. ഇപ്പൊ അതൊക്കെ എന്ത് മാറ്റമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് അവിടെ ഈ കോൺഗ്രസിന്റെ വീഴ്ചയാണ് BJPയുടെ വളർച്ച. പിന്നെ ഇത് മാത്രമല്ല, ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് BJPക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത കാര്യമാണ്, അല്ലേ? ഹജ്ജ് യാത്രയിൽ സ്ത്രീകൾ പോയാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്. പക്ഷെ അവിടെ സ്ത്രീകൾക്ക് മഹറമില്ലാതെ പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയതാണ് BJP. 70 വർഷം അതിവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് BJPയുടെ ഇൻട്രസ്റ്റിലേ വരുന്ന കാര്യമല്ല. പക്ഷെ അത് അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഇതെല്ലാം ഇതെല്ലാം മോദിയാലയാണ്. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവര് ഇരുന്ന് പറയുന്നത്, ആര്, നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്ന് പറയുന്നത് ദിസ് ഇസ് ദ കൺട്രി ഓഫ്, മറ്റേ രഞ്ജി പണിക്കർ എഴുതി കൂടെ പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് എ കൺട്രി ഓഫ് മറ്റേ ഇത് എന്തോന്ന് ഈക്വാലിറ്റി, വുമൺസ് ഫ്രീഡം, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് യോഗ്യതയാണ്? എന്റെ അമ്മുമ്മ പിന്നെ പ്രധാനമന്ത്രി, അപ്പൂപ്പ മുതുമുത്തച്ഛൻ പ്രധാനമന്ത്രി, അച്ഛൻ പ്രധാനമന്ത്രി, ഇതാണ് ഇവരുടെ യോഗ്യത എന്ന് പറയുന്നത്. അല്ല രാഷ്ട്രീയത്തിൽ എന്റെ ഇന്ദിരാഗാന്ധിയുടെ മുഖവും മൂക്കും തലമുടിയും നെറ്റിയും പോലെ പറഞ്ഞല്ലോ, ഇന്ദിരയുടെ അതേ മൂക്ക്, ഇന്ദിര മൂക്ക് വെച്ചാണ് ഭരിച്ചത്. അല്ല, എനിക്ക് അതുകൊണ്ടോ ചോദിക്കാണ്. പിന്നെ ഇന്ത്യ കണ്ട ഇന്ത്യയുടെ കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥ. കാര്യമുണ്ട്, ഇത് ലോകത്ത് മറ്റേതെങ്കിലും ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കില്ല. നമ്മുടെ ഉത്തര കൊറിയയിൽ നടക്കും. കിം ജോങ് ഉൻ, അവന്റെ അച്ഛൻ, അവന്റെ അപ്പൂപ്പൻ, അവന്റെ മക്കള്. ഞാൻ ചോദിച്ചത് അവിടെ നടക്കുന്നത് ബലമായിട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ അംഗീകാരം ഇന്ത്യ. കാരണം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മൾ അതായത് അച്ഛന്റെ അതേ എന്തോ പറയുമല്ലോ, അച്ഛന്റെ അതേ പ്രൗഢി മകനും ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വീരാരാധനയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതായത് തന്ത കേവനായിരുന്നെങ്കിൽ മകനും അതേപോലെ മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കൂലെന്നൊക്കെ പറയും. അങ്ങനെയല്ല, മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കാം. മത്തൻ എന്ത് കുമ്പളം ഉണ്ടായി? പിന്നെ നാട്ടിലുള്ള ഇവിടെ ഈ ലോകത്തുള്ള കുമ്പളമൊക്കെ പിന്നെ എങ്ങനെ ഉണ്ടായത്? മത്തനും കൂടെ കുത്തി തന്നെ ഉണ്ടായത്. മത്തനും കുമ്പളം. ഞാൻ ആലോചിക്കുന്നതല്ല, കോൺഗ്രസില് ഇത്ര ഊളകളുടെ ക്ഷാമം ഉള്ളതുകൊണ്ടാണ് ഈ വയനാട് കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചത്. ഇപ്പൊ കേരളത്തിൽ ഒരു നല്ല കോൺഗ്രസ് ആരും ഇല്ലേ ഒന്ന് മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ? ഇവർക്ക് തോൽക്കുമെന്ന് പേടി തോന്നിയാൽ ജയിക്കാനുള്ള സ്ഥലമാണ് വയനാട്. ആദ്യം രാഹുൽ ഗാന്ധിക്ക് അറിയാലോ, അമേഠിയിലും വയനാട്ടിലും നിന്ന്. അമേഠിയിൽ അപ്പൊ ജയിച്ചപ്പോഴാണ് അമേഠിയിൽ മാത്രമായിരുന്നു നിന്നെങ്കിൽ മൂഞ്ചിയനെ. കാരണം എന്ത്, അവിടെ പോകാൻ പോലും പറ്റൂല. അവിടെ പാർലമെന്റിൽ വെളിയിൽ നിന്ന് വിമർശിക്കേണ്ടി വന്നേ മോദി. തെരുവിൽ വെളിയിൽ സെക്രട്ടറിയുടെ വെളിയിലൊക്കെ സമരം ചെയ്യുന്ന പോലെ അവിടെ ഒരു പായം തിരിച്ച് കിടന്നിട്ട് മറ്റേ അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു, രാഹുൽ ഗാന്ധി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഇത് ആരുടെ ഐഡിയ ആയിരുന്നു. അപ്പൊ പറഞ്ഞു KC വേണുഗോപാൽ.
എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കേസ് വേണുഗോപാലിനെ ഇപ്പൊ എന്തുവാക്കി അടുത്ത മുഖ്യമന്ത്രി ആക്കാന്ന് പറഞ്ഞിരിക്കണേ. നീ എങ്ങനെയും കോൺഗ്രസിന് ജയിപ്പിന് നീ തന്നെ അടുത്ത മുഖ്യമന്ത്രി, വേറെ ആരോട് പറയണ്ട. എന്നിട്ട് അടുത്ത് പറയും നീ തന്നെ മുഖ്യമന്ത്രി, വേറെ ആരോട് പറയണ്ട. സുധീരിന്റെ അടുത്ത് ചെന്നിത്തല പറയും. ഇവന്മാര് തമ്മിലടിക്കുമ്പോ അല്ല ഇത് പിന്നെ ചെന്നിത്തലയ്ക്ക് സുധീരന് ഇവന്റെ ഈ ഉടായ്പ ഹൈക്കമാൻഡിന്റെ ഉടായ്പകൾ കൃത്യമായിട്ട് അറിയാം. കുറെ വർഷമായിട്ടിരുന്ന് കാണുന്നതല്ലേ, അതുകൊണ്ട് അവർക്കറിയാം. ഇങ്ങനെ പറയുമ്പോഴേ അപ്പുറത്ത് ചെന്നതല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും അവര്, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലെങ്കിലും പറയും. എന്തായാലും താലിബാനെ ഇവിടെയുള്ള ചില വിസ്മയങ്ങൾക്ക് ഇപ്പോ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രണ്ടാമത് നിലപാട് തിരുത്തിയ അവിടെ ഒരു നിലപാടിന് ഉറപ്പില്ല. ഇപ്പൊ ഇങ്ങനെ അത് നിലപാടിന് ഉറപ്പില്ലേ? അതായത് ആദ്യം അവിടെ ഒരു നിലപാടിന് ഉറപ്പുണ്ടോ, നട്ടലിന് ഉറപ്പുണ്ടോ? സ്ത്രീകളെ പുറത്താക്കിയിട്ട് പിന്നെ വിളിച്ച് കയറ്റിയിരിക്കുന്നു. ആരോട് ചോദിച്ചോണ്ട് കയറ്റി? ഞങ്ങൾക്ക് ഇന്ന് അന്തിച്ചർച്ച നടത്തേണ്ട വിഷയമായിരുന്നു. ആരോട് ചോദിച്ചോണ്ട് മറ്റേത് എടുത്ത് ഇങ്ങനെ താലിബാൻ ഇന്ത്യയിൽ ബോംബ് ഇട്ടിരുന്നെങ്കിൽ ഇവന്മാർക്ക് സന്തോഷമായി. അതെ അതെ